ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ FACTയിലും കൃഷിഭവനിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് FACTയിൽ കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സൂപ്പർവൈസർ, കുക്ക് തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്യാൻറ്റീൻ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് കാറ്ററിംഗ് ടെക്നോളജി അല്ലെങ്കിൽ കാറ്ററിംഗ് സയൻസ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദം, കാറ്ററിംഗ് ടെക്നോളജി അല്ലെങ്കിൽ കാറ്ററിംഗ് സയൻസ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ കാറ്ററിംഗ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബീവറേജസ് എന്നിവയിൽ കുറഞ്ഞത് 1 വർഷത്തെ കാലാവധിയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. കൂടാതെ ക്യാൻറ്റീനിലോ ക്ലാസിഫൈഡ് സ്റ്റാർ ഹോട്ടലിലോ 5 വർഷത്തെ യോഗ്യതയുള്ള സൂപ്പർവൈസറി പരിചയം ഉണ്ടായിരിക്കണം. അടുത്തത് കുക്ക് കം ബെയറർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് വിജയവും ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുക്കിങ്ങിൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീനിലോ അതുപോലുള്ള സ്ഥാപനത്തിലോ പാചകക്കാരനായി വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാകം ചെയ്തുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 5 വർഷത്തെ നിർദ്ദിഷ്ട യോഗ്യതയും പരിചയവുമുള്ള മതിയായ അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ നിർദ്ദിഷ്ട പരിചയത്തിൽ കുറവോ അല്ലാതെയോ ഉള്ള ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 35 വയസ്സ് വരെയാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 1/11/1990 31/10/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC, ST, OBC, EWS, PWBD, എക്സ് സർവീസ്മാൻ വിഭാഗങ്ങൾക്കുള്ള സംവരണം സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബാധകമായിരിക്കും. പുരുഷന്മാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ശമ്പളം ക്യാൻറ്റീൻ സൂപ്പർവൈസർ പോസ്റ്റിന് 25,000, കുക്ക് കം ബെയറർ തസ്തികയിൽ 22,000 രൂപയുമാണ് ശമ്പളം ലഭിക്കുക. ക്യാൻറ്റീൻ സൂപ്പർവൈസർ തസ്തികയിൽ 2 വർഷവും കുക്ക് കം ബെയറർ തസ്തികയിൽ 1 വർഷവുമാണ് നിയമന കാലാവധി. ഉദ്യോഗാർത്ഥികളുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീട്ടിക്കിട്ടാനും സാധ്യതയുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. www.fact.co.in എന്ന വെബ്സൈറ്റിൽ കരിയർ പേജിൽ നിന്ന് ജോബ് ഓപ്പണിംഗ്സ് തിരഞ്ഞെടുക്കുക. അപേക്ഷ നൽകുന്നതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഫോമിൽ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ശേഷം അപേക്ഷാ ഫോമിൻ്റെ പകർപ്പും യോഗ്യത, പ്രായം, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകളും സഹിതം DGM, HR ഡിപ്പാർട്ട്മെൻറ്റ്, FEDO ബിൽഡിംഗ്, FACT, ഉദ്യോഗമണ്ഡൽ, പിൻ 683501 എന്ന വിലാസത്തിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് ചെയ്യുക. അപേക്ഷ കവറിന് മുകളിലായി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേര് ഇതുപോലെ രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നവംബർ 17-നാണ്. അപേക്ഷ രജിസ്റ്റേർഡ് അയക്കേണ്ട അവസാന തീയതി നവംബർ 24 വരെയാണ്. അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കൃഷിഭവനുകളിൽ ഇന്ത്യൻ നിയമനം നടത്തുന്നുണ്ട്. 18-നും 41-നും ഇടയിൽ പ്രായമുള്ള VHSC കാർഷിക വിഷയ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവർക്കും കാർഷിക വിഷയങ്ങളിലും ഓർഗാനിക് ഫാമിങ്ങിലും ഡിപ്ലോമയുള്ളവർക്കും അപേക്ഷ നൽകാം. www.keralaagriculture.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ കൃഷിഭവനുകളിലോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകളിലോ നേരിട്ടോ അപേക്ഷകൾ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. നവംബർ 14 രാവിലെ 11:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂ മുഖേനയാണ് നിയമനം. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി കോഴ്സിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താൽക്കാലിക നിയമനമാണ്. സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള പ്രായപരിധി ബാധകമാണ്. ശമ്പളം പ്രതിദിനം 755 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം വാക്കിൻ്റെ ഇൻ്റർവ്യൂവിന് അരമണിക്കൂർ മുമ്പ് സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ gmc.kannur.edu.in എന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.